മംഗലാപുരം പള്ളിപ്പുറം റോഡിൽ ആറംഗ കൊട്ടേഷൻ സംഘം ബാലഭാസ്കറിന്റെ വാഹനം ആക്രമിച്ച് ബാലഭാസ്കറിനെ പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ബോധപൂർവമാണ് വാഹനാപകടമുണ്ടാക്കിയത്. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് ഞാൻ കണക്കാക്കാൻ പോകുന്ന ഒരു വീഡിയോ തന്നെയാണിത്. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. ബാലഭാസ്കറിന്റെ ബന്ധുവായിട്ടുള്ള പ്രിയ വേണുഗോപാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി ഷെയർ ചെയ്ത രണ്ട് വീഡിയോകൾ, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട രണ്ട് വീഡിയോകൾ നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും. ഞാനും ആ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ പ്രിയയുടെ ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു പോസ്റ്റിൽ പ്രിയ ഒരു സ്ക്രീൻഷോട്ട്, ഒരു വാട്സപ്പ് സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 4 വർഷം മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു ന്യൂസിന്റെ ലിങ്ക് കൂടെ പ്രിയ ആ ഒരു പോസ്റ്ററിന്റെ താഴെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ന്യൂസിലെ ഒരു ആദ്യത്തെ 4-5 മിനിറ്റത്തെ ഒരു ക്ലിപ്പ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് പ്രിയ എന്താണ് ആ ഒരു പോസ്റ്റ് ഇടാൻ കാരണം, അല്ലെങ്കിൽ ആ പോസ്റ്റിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനതിവിടെ വായിച്ചു തരാം നിങ്ങൾക്ക്. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പല മാധ്യമങ്ങളും ബാലഭാസ്കർ കേസിൽ ഇടപെട്ട വിധം ഞങ്ങൾക്ക് ബലം പകർന്നിരുന്നു. ചില മാധ്യമ പ്രവർത്തകരുടെ പ്രവർത്തികളും സ്വാർത്ഥമായ ഇടപെടലുകളും ദോഷവും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഒരു പരിധിക്കപ്പുറമേ മാധ്യമങ്ങളെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കാണേണ്ടി വന്നിട്ടുള്ളൂ. 2019 ജൂണിൽ ഈ ചർച്ചകളൊക്കെ മാധ്യമ ശ്രദ്ധ നേടിത്തുടങ്ങിയ സമയം, അന്ന് സംസാരിച്ചിരുന്ന ഒരു മാധ്യമ സുഹൃത്തിനോട് ബാലുച്ചേട്ടന്റെ അമ്മയ്ക്ക് വേണ്ടി അവർ തന്നെ പറഞ്ഞിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് സ്ക്രീൻഷോട്ടിൽ ഉള്ളത്. ഞാൻ കാണിച്ചു തരാതെ. ഇതല്ലാതെ ഇന്നുവരെയും ആരോടും ഞങ്ങൾ ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല, അഭ്യർത്ഥിച്ചിട്ടുമില്ല, ചർച്ചയാക്കാനും ചോദ്യം ചെയ്യാനും ഒന്നും. ഇത് അന്ന് ആ വ്യക്തി ചെയ്തതുമില്ല. അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് വക്രബുദ്ധികൾക്ക് ചർച്ചയാകാൻ മകളും മരിച്ചിട്ട് 6 മാസം മാത്രമാകുന്ന സമയത്ത് ആ അമ്മ നിന്നു കൊടുക്കേണ്ടി വരില്ലായിരുന്നു. ബാലുച്ചേട്ടനുള്ളപ്പോഴും അതു കഴിഞ്ഞും കുടുംബവും ബാലുച്ചേട്ടനും തമ്മിൽ ഒരു തരത്തിലും ഒരുമിക്കരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന പലരുടെയും ചാറ്റുകളും സംഭാഷണങ്ങളും 2019 മുതൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവയ്ക്ക് കേസുമായി ബന്ധമില്ലാത്തത് കൊണ്ട് പരസ്യമാക്കേണ്ട ആവശ്യം തോന്നിയിട്ടില്ല, ഇനിയുമില്ല. കാരണം കുറ്റകൃത്യം എന്നത് നടന്നിട്ടുണ്ട് എന്നതിൽ ഇപ്പോൾ സംശയമില്ലാത്തത് കൊണ്ട്. അത് ഏത് തരം, ഏതു വിധം എന്നത് കാലം തെളിയിക്കട്ടെ. അമ്മയ്ക്കും അച്ഛനും അവരുടെ മകനായ ബാലഭാസ്കർ എന്ന സ്വത്താണ് നഷ്ടമായത്. ബാലഭാസ്കർ ഉണ്ടാക്കിയ സ്വത്തല്ല. 2019 ആദ്യ പോസ്റ്റ് മുതൽ നിരന്തരം പറഞ്ഞിട്ടും ഇന്നും അതൊക്കെ പറഞ്ഞ് ചർച്ച വഴിമാറ്റുന്ന വിധം കാണുമ്പോൾ കഷ്ടം തോന്നും. അമ്മയ്ക്ക് നിയമപരമായ അവകാശമില്ലാഞ്ഞിട്ടല്ല, മകനില്ലാത്തപ്പോൾ അതൊന്നും ഇനി ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. ബാലുച്ചേട്ടന്റെ ചേച്ചിയും ഇനിയില്ല. അവരുടെ സാധാരണ ജീവിതം നയിക്കാൻ ഗവൺമെന്റ് ഉദ്യോഗമുണ്ടായിരുന്ന 2 പേർക്കും കിട്ടുന്ന പെൻഷൻ തന്നെ അധികമാണ്. പണത്തെപ്പറ്റി പറയേണ്ടി വരുന്നത് മകന്റെ പണം അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെയാണോ എന്ന സംശയത്തിൽ തന്നെയാണ്. അതിന് ഉത്തരമില്ലല്ലോ ആർക്കും. അപ്പോൾ ചോദ്യങ്ങൾ നിലനിൽക്കും. ആരുടെയെങ്കിലും ജാതിയോ സാമ്പത്തികമോ ഒന്നും വിഷയമാക്കാത്ത ഒരു കുടുംബമാണ് ഞങ്ങളുടേത് എന്നോ. അപ്പോൾ ഈ ഘട്ടത്തിൽ അത് ഒട്ടും വിഷയമാക്കേണ്ട കാര്യമല്ല എന്നത് ഞങ്ങളുടെ നഷ്ടമെന്തെന്ന് ഊഹിക്കാൻ ശ്രമിക്കുന്നവർക്കേ മനസ്സിലാകൂ. ഇന്നലെ ആദ്യമായല്ല ഈ കേസിന്റെ കാര്യം ഞാൻ സംസാരിക്കുന്നത്. 2020 കേസ് CBIക്ക് കൈമാറുന്ന ഗവൺമെന്റ് ഓർഡർ വന്ന സമയത്തും അത് കഴിഞ്ഞ് CBI റിപ്പോർട്ട് വന്ന സമയത്തും വേദി നൽകിയ മാധ്യമങ്ങളിൽ വീണ്ടും സംസാരിച്ചിരുന്നു. ഒരു നീണ്ട ചർച്ചയുടെ ലിങ്ക് താഴെ കൊടുക്കാം. ഇതൊക്കെ ഇപ്പോഴാണോ പറയുന്നത്, ഇവിടെയാണോ പറയേണ്ടത് എന്നൊക്കെ നിഷ്കളങ്കമായി ചോദിക്കുന്ന, കമന്റ് ഇടുന്ന സമയമുള്ളവർ കണ്ടോളൂ. ലക്ഷ്മിയോട് ഏത് തുറന്ന ചർച്ചയ്ക്കും തയ്യാർ എന്നും അന്നേ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ താഴെ ഒരു ലിങ്കും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്തെ കുറച്ച് പോർഷൻസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ടിന്റെ കാര്യം അവർ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ ആ സ്ക്രീൻഷോട്ട് ഇതാ ഇവിടെ കാണിച്ചു തരാം. പേരമ്മയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരണം മീഡിയയിൽ. ബാലുവിന്റെ, ഇത് അവർ ഒരാളോട് സംസാരിച്ച സ്ക്രീൻഷോട്ടാണ് കേട്ടോ. ബാലുവിന്റെ ഒരു പൈസ പോലും കുടുംബത്തിന് വേണ്ട
എന്നുള്ളത് അമ്മയ്ക്കും അച്ഛനും എന്നു മാത്രമല്ല ചേച്ചിക്ക് പോലും ഒരു പൈസ ആവശ്യമില്ല. അവനില്ലാത്തപ്പോൾ ആ പൈസയ്ക്ക് വിലയില്ല. ലക്ഷ്മിക്ക് അവകാശപ്പെട്ടത് ലക്ഷ്മിക്ക് തന്നെ കിട്ടുള്ളൂ. അത് പേടിച്ച് ലക്ഷ്മി സത്യം പറയാതെ ഇരിക്കുന്നത് എന്ന് ഉള്ളൂ എന്നും ഇങ്ങനെ ആരും കാട്ടാത്തതിലും ഇവരെയൊക്കെ കൂടെ നിർത്തിയ ലക്ഷ്മിയുടെ മൗനമാണ് ഞങ്ങളെ വിഷമിപ്പിച്ചത്, പ്രകോപിപ്പിച്ചത്. അങ്ങനെ ആ ഒരു സാധനമാണ്. ഞാൻ കൂടുതൽ ഇനി അത് പറയുന്നില്ല. പിന്നെ കൂടുതൽ നമ്മൾ ലക്ഷ്മിയെ ഞാൻ ആദ്യം തൊട്ട് വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നതാണ്, അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല. വെറുതെ ഒരു പരിധിയിൽ കൂടുതൽ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ എങ്കിൽ പോലും 1-2 ചോദ്യങ്ങൾ ലക്ഷ്മിയോടുണ്ട്. ലക്ഷ്മി എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. പിന്നെ എന്തുകൊണ്ട് അവർ മറയ്ക്കുന്നു എന്നതിന് ഒരുപാട് റീസൺസ് കാണും. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബാലു എന്ന് പറയുന്ന വ്യക്തി, ഈ ലക്ഷ്മി, ഇവരെല്ലാം ചിലപ്പോൾ വലിയ ഒരു റാക്കറ്റിന്റെ കണ്ണികളായിരിക്കാം. ഭർത്താവ് മരിച്ചു, വീണ്ടും ഇനി കഥകൾ പറഞ്ഞ ആ ഒരു ഭർത്താവിനെ കൂടുതൽ നാട്ടുകാരുടെ ഫ്രണ്ടിലിട്ട് വിച്ചി ചീന്തണ്ട എന്ന് വിചാരിച്ച് തന്നെയായിരിക്കും ആ ഒരു ഭാര്യ മിണ്ടാതിരിക്കുന്നത്. അതിനകത്ത് എനിക്കൊരു പരിധിയിൽ കൂടുതൽ കുറ്റമൊന്നും കാണാൻ ഇല്ല. ഓക്കെ, അത് അവരുടെ അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ചിലപ്പോൾ അത് മനസ്സിലാവുകയുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് കഥ പറയാനേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? എല്ലാം നഷ്ടപ്പെട്ടു അവർക്ക്. പോയി, കുഞ്ഞു പോയി, ഭർത്താവ് പോയി. എന്തിന് ഇനി വീണ്ടും വന്നിരുന്ന് കഥ പറഞ്ഞ് അവരെ വീണ്ടും മോശക്കാരാക്കി കാണിക്കാനോ? എന്നാ സ്ത്രീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ തെറ്റു പറയാൻ നിൽക്കില്ല. പക്ഷേ ഇവിടുത്തെ നിയമസംഹിത, ഇവിടുത്തെ പോലീസുകാർ, ഇങ്ങനെ വട്ടം വായും പിടിച്ചിങ്ങനെ ഇരിക്കുന്ന ചേട്ടന്മാരില്ലേ, അവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് ചോദിക്കണമെങ്കിൽ ആദ്യമേ ഈ വാർത്ത നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇനി ഇത് ചോദിച്ചതിന്റെ പേരിൽ എന്നെ ഇനി എടുത്തിട്ട് ക്രൂശിക്കുമോ നമുക്ക് അറിയത്തില്ല. കാരണം ഇവിടെ സത്യങ്ങളൊന്നും നമുക്ക് ചോദിക്കാനും പറയാനും പാടില്ലല്ലോ. സംശയം പോലും ആരോടും ചോദിക്കരുതല്ലോ. ഇവിടുത്തെ നിയമത്തിന്റെ ഭാഗത്തൊരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയോ, എൻ്റെ സാറേ നിങ്ങളുടെ ഭാഗത്ത് എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്, എന്താണ് ഈ തെറ്റ് ചെയ്തത് എന്ന് മറ്റേ വിനീയ കുലിയനായി നമ്മൾ ചോദിച്ചാലും നമ്മുടെ നെഞ്ചത്ത് വരുവിടെ. പക്ഷെ എങ്കിലും ഞാനിത് ഒരു 100 പേരുടെയെങ്കിലും മുമ്പിൽ വെച്ചിട്ടാണല്ലോ ചോദിക്കുന്നത് എന്നുള്ളൊരു സമാധാനത്തിൽ ഞാനിത് ചോദിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ ഒരു വാർത്ത 4 വർഷം മുമ്പ് നമ്മുടെ കലാഭവൻ ശോഭി, എല്ലാവർക്കും അറിയാം, ഇന്നും അദ്ദേഹം പല ഇന്റർവ്യൂകളിലും കയറിയിരുന്ന് കഥ പറയുന്നു. അന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. ഒരാളും ഒരു പട്ടിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ തന്നെ വേണം പറയാൻ. ഈ വാർത്ത നിങ്ങളൊന്ന് കേൾക്കൂ, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. വയലിനിസ്റ്റ് ബാലഭാസ്കർ വാഹനാപകടത്തിലല്ല മരിച്ചത് എന്ന് കലാഭവൻ സോജി. ബാലഭാസ്കറിനെ അപകടത്തിന് മുൻപ് മൃതപ്രായനാക്കുകയായിരുന്നു എന്നാണ് കലാഭവൻ സോജിയുടെ ആക്ഷേപം. മംഗലപുരം പള്ളിപ്പുറം റോഡിൽ 6 കൊട്ടേഷൻ സംഘം ബാലഭാസ്കറിന്റെ വാഹനം ആക്രമിച്ച് ബാലഭാസ്കറിനെ പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ബോധപൂർവമാണ് വാഹനാപകടമുണ്ടാക്കിയത്. മംഗലപുരം പള്ളിപ്പുറം റോഡിൽ സ്ക്വയർ പിയിൽ വന്ന 6 കൊട്ടേഷൻ സംഘമാണ് ബാലഭാസ്കറിന്റെ വാഹനം ആക്രമിച്ചതെന്ന് കലാഭവൻ സോബി പറയുന്നു. ഈ പള്ളിപ്പുറം മംഗലപുരം സൈഡ് വെച്ചിട്ട് എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ വണ്ടി ഒരു പമ്പിൽ ഒതുക്കി. അപ്പോൾ ക്യാമറയുടെ മുമ്പിൽ ഒതുക്കി. പമ്പിൽ കുറച്ച് ബസ്സുകളൊക്കെ കിടക്കുന്നുണ്ട്, വേറെ വർക്കിംഗ് ഒന്നുമല്ല. അതും റോഡുമായിട്ടൊരു കുറച്ച് ഡിസ്റ്റൻസും ഉണ്ട്. അങ്ങനെ ഒതുക്കി ഞാൻ അവിടെ കിടന്നു. ഏകദേശം ഒരു 3 മണി അല്ലെങ്കിൽ 3:05 ആ സമയത്തോടു കൂടി, സമയങ്ങൾ കുറച്ച് എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് ഓർക്കണം, എന്നാലും ഏകദേശം ആ ടൈമാണ്. സമയത്തോടു കൂടി വലിയൊരു സൗണ്ട് കേട്ടു. വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്യണമായിട്ട് ഒരു സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ഒരു വെള്ള സ്കോർപ്പിയോ റോഡ് സൈഡിൽ വന്ന് ഒതുക്കി. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു 5-6 നല്ല കൊട്ടേഷൻ ടീമുകളൊക്കെ ഇട്ടുള്ള ആൾക്കാർ ഇറങ്ങിക്കും. അപ്പോൾ ഒരു മങ്ങിയ വെളിച്ചത്തിലാണ് എനിക്കത് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബാലഭാസ്കർ സഞ്ചരിച്ചു എന്ന് പറയുന്ന ഈ നീല ഇന്നോവ അവിടെ വന്ന് നിന്നു, അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു. ബാലഭാസ്കറിൻ്റെ വണ്ടിയുടെ ഗ്ലാസ് ഇവർ അടിച്ചു പൊട്ടിച്ച ഞാൻ എൻ്റെ കണ്ണും കൊണ്ട് കണ്ടതാ. 2 സൈഡിൽ ആൾ നിന്ന് ലിവറും കൊണ്ട് 2 സൈഡിൽ നിന്ന് അടിച്ചാണ് അവൻ്റെ ഗ്ലാസ് പൊട്ടിച്ചത്. വണ്ടി അപകടത്തിലൊന്നുമല്ല അതിൻ്റെ ഗ്ലാസ് പൊട്ടിയത്. ഞാൻ എത്രയോ ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാലുവിൻ്റെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയ ഒരു അപകടത്തിൽ പൊട്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ? ഒരിക്കലും അങ്ങനെ വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ഗ്ലാസ് പൊട്ടണത്. ഞാൻ എത്രയോ അപകടം കണ്ടേക്കുന്ന ആളാണ്. ഞാൻ അത് പറഞ്ഞിട്ട് ആരും മുഖവിലയ്ക്ക് എടുത്തില്ല, അടിച്ചു പൊട്ടിച്ചു. ഇത് കഴിഞ്ഞിട്ട് 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരു ഇന്നോവ വന്ന് നിന്നു. വെള്ള കളറാണെന്ന് എനിക്ക് തോന്നുന്നത്, വെള്ളയാണ്, വെള്ള കളറിലാണ് വന്നു. അതിൽ നിന്ന് കുറച്ച് പേര് ഇങ്ങോട്ട് ഇറങ്ങും, ഇതിൽ നിന്ന് കുറച്ച് പേര് അങ്ങോട്ട് ഇറങ്ങും. എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറേ ആൾക്കാരും കൂടി ഇരിക്കണം. ഇത് കാരണം ആ സമയത്ത് ആ റോട്ടിൽ വാഹനം തിരുവനന്തപുരം സൈഡിലേക്കോ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം സൈഡിലേക്കോ പോയിട്ടില്ല. അതായിരുന്നു അവരുടെ വിജയം. അത് തന്നെയായിരുന്നു അവരുടെ വിജയം.
പക്ഷെ ഞാനിവിടെ കിടന്നിങ്ങനെ കിടക്കണമെന്നുള്ള കാര്യം അവർക്ക് ആർക്കും മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. ബാലഭാസ്കറിന്റെ കാർ തുടർന്ന് തിരുവനന്തപുരത്തേക്ക് പോയി. അല്പദൂരം മുന്നോട്ട് പോയപ്പോൾ പള്ളിപ്പുറത്ത് അപകടമുണ്ടാക്കി. തുടർന്ന് ഗുണ്ടകൾ റോഡിന്റെ ഇരുവശവും നിന്ന് വടിവാൾ ചുഴറ്റി ഭീതി സൃഷ്ടിച്ചു. വാഹനാപകടമുണ്ടാക്കി. റോഡിന്റെ ഇരുവശത്തിൽ നിന്നും ബാലുവിനെ കൊന്നതാണ്. ഫോണ് കുറെ കഴിഞ്ഞപ്പോഴത്തേനും അവർ വലിയ സൗണ്ട് കേട്ടു. അപ്പോൾ വണ്ടിച്ചെഞ്ചാണ് എന്നാന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഈ സ്ഥലത്തേക്ക് ചെന്ന് നിൽക്കുക. അപ്പോൾ എൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ മുമ്പിൽ കുറച്ച് വാഹനങ്ങൾ ഇങ്ങനെ പയ്യെ പോണത്. പിന്നീടാണ് മനസ്സിലായത് അതെല്ലാം ഇവരുടെ വാഹനങ്ങളായിരുന്നു മനസ്സിലാണ്. അങ്ങനെ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു വണ്ടി കൊല്ലത്തേക്ക് അതിശക്തമായ സ്പീഡിലാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡബിൾ ഇൻഡിക്കേറ്റർ ഓൺ പിടിച്ചു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് ഞാൻ നിൽക്കുമ്പോൾ ഇത്രയും ആൾക്കാർ ഇങ്ങനെ കാണുകയാണ്, റോഡിൽ ഇങ്ങനെ നിൽക്കണ കാണുകയാണ്. അവർ സത്യം പറഞ്ഞാൽ അന്ന് എന്നെ കൊന്നു കളഞ്ഞേനെ. ഞാൻ ആരാന്ന് അവർക്ക് മനസ്സിലായിട്ടോ എന്നെ കൊന്നു കളഞ്ഞേനെ. ഇവൻ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചിട്ട് വടിവാളായിട്ടോ വെട്ടടാവനെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ എൻ്റെ അടുത്തിട്ട് ആക്രോശിച്ച് വന്നത്. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടത് എനിക്ക് മാത്രമേ അറിയാമുള്ളൂ. അവിടുന്ന് 6 അംഗ കൊട്ടേഷൻ സംഘം ബാലഭാസ്കറിന്റെ വണ്ടി ആക്രമിച്ചു എന്നൊരു സാക്ഷി പറയുന്നു. അതുപോട്ടെ, അദ്ദേഹം തന്നെ പറയുന്നു ആ കാറിന്റെ 2 സൈഡിലെയും ചില്ലുകൾ അവരാണ് തല്ലിപ്പൊളിച്ചത്, ആക്സിഡന്റിൽ പോയതല്ല, അത് പുള്ളി കണ്ടു എന്ന് പറയുന്നു. അവസാനം പുള്ളി പറയുന്നത് കേട്ടില്ലേ, പുള്ളിയുടെ നേരെ പുള്ളിയെ വെട്ടട എന്നും പറഞ്ഞു വന്നു അവര്. ഇതെല്ലാം ഒരു സാക്ഷി പറയുകയാണ്. എന്നിട്ടും ഇവിടുത്തെ പോലീസ് ഏമന്മാർ ഒക്കെ ക്ലോസ് ചെയ്തത് ഈ കേസ് എങ്ങനെയാണ്? അതൊരു ആക്സിഡന്റ് ആണെന്നും പറഞ്ഞു. എന്താണ് ഇതിൽ കൂടുതൽ? ഇദ്ദേഹം ഈ ഒരു കലാഭവൻ ശോഭി എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഒരു നുണപരിശോധന സംതിങ് ഒക്കെ നടത്തിയതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അത് തന്നെ ഈ ശോഭി തന്നെ പിന്നെ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നുണപരിശോധനയല്ല, ഞാൻ മറ്റേ മൈൻഡ് മാപ്പിംഗ് പരിപാടി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും മീഡിയയുടെ ഫ്രണ്ടിൽ ലൈവായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വ്യക്തി എന്ന് ഇദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു. അതൊന്നും അവർ ചെയ്തില്ല. ഇദ്ദേഹം തന്നെ പറയുന്നു മൈൻഡ് മാപ്പിംഗ് ചെയ്യൂ, ലൈവായിട്ട് മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് ചെയ്യൂ എന്നൊക്കെ പറയുന്നു. അത് ലൈവായിട്ട് ജനങ്ങൾ കാണട്ടെ എന്ന് പറയുന്നു. ഇത്രയും ബോൾഡായിട്ട് ഒരാൾ മുന്നോട്ട് വന്ന് പറയുന്നു. അന്ന് ഇദ്ദേഹം 4 വർഷങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞതല്ല, ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോയിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നും അദ്ദേഹം ഇന്റർവ്യൂവിൽ കയറിയിരുന്ന് സംസാരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. മാറ്റങ്ങളൊന്നും അധികം ഞാൻ കണ്ടില്ല. ഒരു വ്യക്തി പ്രത്യേകിച്ച് അയാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഈ ഒരു കാര്യത്തിലെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ടും അയാൾ അന്ന് പറഞ്ഞതും ഇന്നും എല്ലാം ഒരേ കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിനെ പ്രോപ്പറായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിക്കാനായിട്ട് ആരും മുന്നിട്ട് വരുന്നില്ല? എന്തുകൊണ്ട് വരുന്നില്ല? ലക്ഷ്മി ഉറക്കമായിരുന്നു, കണ്ണടച്ചിരിക്കുകയായിരുന്നു, അതൊന്നും ഞാൻ കണ്ടില്ല. റൈറ്റ് സൈഡിൽ അർജുൻ ഇരുന്നു, വേറെ ഒന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മാറുമ്പോഴും ഇദ്ദേഹം കണ്ടു, എൻ്റെ നേരെ അവർ വടിവാളും കൊണ്ട് വന്നു എന്നൊക്കെ ഒരാൾ പറയണമെങ്കിൽ അദ്ദേഹം പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു സത്യമുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചുകൂടെ? പ്രോപ്പറായിട്ട് നുണപരിശോധന മൈൻഡ് മാപ്പിംഗ് പരിപാടികളൊക്കെ കുറച്ചും കൂടെ. ഈ നുണപരിശോധന ചെയ്തു എന്ന് പറയുന്നത് തന്നെ നമ്മളൊന്നും കണ്ടിട്ടില്ലടേ. അതൊക്കെ ഉള്ളതാണോ? സത്യമായിട്ട് പുള്ളി പറഞ്ഞതൊക്കെ ഇനിയും വെറുതെ ആണെന്നൊക്കെ തെളിഞ്ഞതാണോ? ഇനി അത് വെറുതെ കള്ളത്തരം അടിച്ചിറക്കിയതാണോ? ഒന്നും നമുക്കറിയില്ല. പുള്ളി തന്നെ മാധ്യമങ്ങളോട് ലൈവായിട്ട് വിട്ടോളൂ, എന്നെ ചെയ്യുന്നത് ലൈവായിട്ട് ജനങ്ങളെ കാണിക്കൂ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പോലീസുകാർക്ക് അത് ചെയ്തുകൂടെ? അല്ല, അതിനകത്തിന് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്കറിയില്ല. എങ്കിൽ പോലും ഇത്രയും വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കേസ് ഒരു തെളിവും കിട്ടാതെ വെറുതെ അങ്ങോട്ട് ക്ലോസ് ചെയ്യുന്ന ഒരു കേസാക്കി മാറ്റുമ്പോഴത്തേക്ക്, എന്നാൽ ഒരുപാട് സാക്ഷികൾ, ഒരുപാട് കഥകൾ, ഈ ഒരു വിഷയം അറിഞ്ഞ ഓരോ മലയാളികളും പറയും ഇതിനകത്തൊരു ദുരൂഹതയുണ്ടെന്ന് ചേട്ടാ. അതിന് ഞങ്ങളാരും മറ്റേ IAS IPS ഒന്നും എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ കഥകൾ മാധ്യമങ്ങൾ വഴിയെല്ലാം അറിയുമ്പോൾ തന്നെ നമുക്ക് ഇവരുടെ കുടുംബക്കാരും എല്ലാവരും പല കഥകൾ, എല്ലാത്തിൻ്റെ അവസാനം ഇവരുടെ കൂടെ ഈ ബാലഭാസ്കറിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ചേട്ടന്മാരെല്ലാം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ബാലഭാസ്കർ മരിക്കുന്നതിന് മുമ്പും മരിച്ചതിന് ശേഷവുമൊക്കെ ഈ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മറ്റേ ഉള്ളേ പോകേണ്ട ടീമുകൾ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അറസ്റ്റിലായ ടീമുകൾ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഈ ഒരു മരണത്തിൽ ദുരൂഹത തോന്നും. അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു കേസിന്റെ ഭാഗമായി വേണമെങ്കിൽ ഒരു മൈൻഡ് മാപ്പിംഗ് ഒക്കെ നടത്തുമ്പോൾ അത് മാധ്യമങ്ങൾ വഴി പുറത്തു വിടുന്നതിനകത്ത് തെറ്റുണ്ടോ? തെറ്റ് കാണുമായിരിക്കും, അതിനകത്ത് നിയമത്തിന്റെ പ്രശ്നങ്ങൾ കാണുമായിരിക്കും. അല്ല, വേണമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നിയമം ഭയങ്കര അങ്ങോട്ട് സ്ട്രോങ് ആയിരിക്കണം. എന്നിട്ട് നൈസായിട്ട് ഇവന്മാരെയൊക്കെ ഇറക്കി അങ്ങ് വിടണം, അല്ലേ? കൊള്ളാം, എന്തായാലും കൊള്ളാം. നമുക്കൊക്കെ എന്തെങ്കിലും പറ്റിയാലും ഇവിടെ ആരെങ്കിലും സാക്ഷി പറഞ്ഞ് മുന്നോട്ട് വന്നാൽ പോലും സാക്ഷി കള്ളനാണ്, അവൻ പറയുന്ന എല്ലാം തെറ്റ് എന്നും പറഞ്ഞ് മാറ്റിക്കളയും.
അല്ലാതെ അവൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും എവിടെയെങ്കിലും സത്യമുണ്ടോ എന്ന് ഒന്ന് നോക്കാൻ പോലും ആർക്കും വലിയ താല്പര്യമില്ല. ഈ ഒരു വിഷയത്തിൽ നിന്ന് എനിക്കതാ കേട്ടോ മനസ്സിലാവുന്നത്, കൂടുതലൊന്നും അല്ല. ഇല്ലെങ്കിൽ മാമന്മാരെ, ഇവിടുത്തെ ഗവൺമെൻറ് എന്താണ് നിങ്ങൾ ഈ ഒരു ഇത്രയും വർഷങ്ങളായിട്ടും ഒരു കേസ് ഇത്രയും കോൺട്രവേഴ്സി നടക്കുന്ന ഒരു കേസ്, ഇത്രയും ആളുകളെല്ലാവരും ഇതിൻ്റെ ഒരു അവസാനം ഈ ഒരു കേസിൻ്റെ അവസാനം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ? വെറുതെ ഒരു ആക്സിഡൻ്റായി തള്ളിക്കളയാതെ ഇത്രയും കേൾക്കുന്ന ആർക്കാണെങ്കിലും, ഏതൊരു പൊട്ടക്കണ്ണനാണെങ്കിലും ഈ ഒരു വിഷയത്തെ പറ്റി കേട്ട് കഴിഞ്ഞാൽ എവിടെയൊക്കെ ദുരൂഹതയുണ്ടല്ലോ എന്ന് പറയും. എന്നിട്ടും ഇവിടുത്തെ നിയമം പഠിച്ചവർക്ക് ഇതിനകത്തൊരു ദുരൂഹതയില്ല. വെറുതെ ഒരു ആക്സിഡൻറ്റ്. എന്നാൽ ആക്സിഡൻറ്റിൻ്റെ ഫ്രണ്ടിൽ, ആ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുന്ന ആൾക്കാർക്കൊന്നും ഒരു കുഴപ്പമില്ല. അവരൊക്കെ ഇന്ന് ജീവനോടിരിപ്പുണ്ട്. ബാക്കിൽ കിടന്ന ആൾ, അയാളുടെ ദേഹം മൊത്തവും ഇടിച്ച് പറിച്ചു വെച്ചേക്കുന്ന ദേഹം മൊത്തവും പ്രശ്നം. ദേഹം മൊത്തം അയാളുടെ പോയി കിടക്കുക. അങ്ങനെയാണ് അയാൾ ആശുപത്രി കിടന്ന് മരിക്കുന്നത്. വണ്ടിയുടെ ബാക്കിൽ ഇരുന്ന ആൾ, വണ്ടി കണ്ടവർക്ക് അറിയാൻ പറ്റും, അതിൻ്റെ സൈഡ് ഡോറിനൊന്നും ഒരു കുഴപ്പമില്ല. ബാക്കിൽ ഇരുന്ന ആൾ പോയി, അതും ദേഹം മൊത്തം ചതവും. ഫ്രണ്ടിൽ ഇരുന്നവരൊക്കെ, ആ കുഞ്ഞ് മാത്രമേ ഉള്ളൂ, അത് കൊച്ചു കുഞ്ഞായിരുന്നു, അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ സീറ്റ് ബെൽറ്റും ഇല്ലായിരുന്നു. അത് പറയാൻ തന്നെ താല്പര്യമില്ല, ലീവ് ഇറ്റ്. എന്തായാലും എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം നിങ്ങളിത് കേട്ടിട്ട്. ഇനി എൻ്റെ ഭാഗത്ത് ഞാനീ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും പറയുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെയും ചെയ്യുക.